സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദി എഴുതിയ നോവൽ ഞങ്ങൾ സുഖമായിരിക്കുന്നു തുടരുന്നു. ശ്യാംസുന്ദറിൻ്റെ കൊലപാതകിയെ കണ്ടുപിടിക്കാൻ സഹായിക്കാത്തിടത്തോളം മാഗി റൊസാരിയയുടെ മൊഴിക്ക് പ്രാധാന്യമില്ല. എങ്കിലും ഒരു ചോദ്യം കൂടി അവരോട് ചോദിക്കാനായി വാദിഭാവം വക്കീലിൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ശ്യാംസുന്ദറിൻ്റെ കൊലപാതകിയെ തേടിയും അയാളുമായി അടുത്ത ബന്ധമുള്ള വ്യക്തികളെ തേടിയും പോലീസും കോടതിയും കുറേ നാളുകളായി വട്ടം ചുറ്റുന്നു. എന്നിട്ടും ശ്യാംസുന്ദറുമായി അടുത്ത ബന്ധമുള്ള അയാളെക്കുറിച്ച് എല്ലാം അറിയുന്ന നിങ്ങൾ ഇത്ര കാലം എവിടെയായിരുന്നു? തിരഞ്ഞു കണ്ടുപിടിക്കും വരെ എന്തുകൊണ്ട് നിങ്ങൾ പോലീസിനെയോ കോടതിയെയോ സമീപിച്ചില്ല? മാഗി റൊസാരിയയുടെ മുഖം താണു. അല്പസമയം അവർ ആലോചനയിൽ ആണ്ടു നിന്നു. പിന്നെ മുഖമുയർത്താതെ പറഞ്ഞു, പേടിയുണ്ടോ? അതെ, 3 പെൺകുട്ടികളുടെ അമ്മയാണ് ഞാൻ. ഒരു കുട്ടി പോലും കരയ്ക്കെത്തിയിട്ടില്ല. അവർക്ക് ഞാനും അവരുടെ പപ്പയും മാത്രമേയുള്ളൂ. അതുകൊണ്ട് കുട്ടികൾക്ക് മമ്മിയേക്കാൾ പ്രിയം പപ്പയോടാണ്. പപ്പയില്ലെങ്കിൽ അവരുടെ ജീവിതം ആകെ അലങ്കോലമാവും. അവരുടെ ഭാവി തകരും. എൻ്റെ ഭർത്താവ് റോസ് എന്ന് ഞാൻ വിളിക്കുന്ന റൊസാരിയോ എൻ്റെ എല്ലാമാണ്. അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ നിന്നും കോടതിയിൽ നിന്നും ഒളിച്ചു നിന്നത്. മിസ്സസ് റൊസാരിയോയുടെ ചുണ്ടുകൾ വിതുമ്പി. കവിളിലൂടെ ചാലുകൾ ഒഴുകി. അവരുടെ പെൺമക്കൾ നടുക്കത്തോടെ പിന്തിരിഞ്ഞ് പപ്പയെ നോക്കി. പക്ഷെ പപ്പ എവിടെയാണെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ അവസ്ഥ ഭയങ്കരമാണ്. സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ ആരുമില്ലാത്തവർ. എവിടെ ചെന്നാലും അന്യൻ. സ്വന്തമായി ആരെങ്കിലുമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വയ്യ. പക്ഷേ ഞാനെങ്ങനെ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കും? ആരെ പരിചയപ്പെട്ടാലും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് വൃത്തികെട്ട കഥകൾ പറഞ്ഞു പരത്തിയിരിക്കും. ഒടുവിൽ ഞാൻ ആ വ്യക്തിക്ക് ശത്രുവാകും. ആ നാട്ടിൽ പോലും നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാകും. ഞാൻ എന്തു ചെയ്യും? എൻ്റെ സങ്കടം മമ്മിയെങ്കിലും മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ എല്ലാം പറയുന്നത്. മനസ്സിലാക്കാൻ ഒരാളെങ്കിലും ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വയ്യ മമ്മി. ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാൽ ഒടുവിൽ ക്ഷമകെട്ട് ആരെങ്കിലും നിന്നെ, ഞാൻ ചോദിച്ചു, എന്നെ കൊന്നുകളഞ്ഞാലോ എന്ന്. അല്ലേ? എനിക്ക് അങ്ങനെ ഒരു ഭയമുണ്ട്. ഈ പ്രശ്നത്തിൽ പലരും എന്നോട് വഴക്കിട്ടിട്ടുണ്ട്. കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട്. അവൻ വേദനയോടെ പുഞ്ചിരിച്ചു. ചിലപ്പോൾ ഒരു ദിവസം മമ്മി കേൾക്കുന്നത് എൻ്റെ മൃതദേഹം വല്ല ഓടയിലോ റെയിൽവേ ട്രാക്കിലോ കടൽക്കരയിലോ കണ്ടെത്തിയെന്നായിരിക്കും. ആരെങ്കിലും കൊന്നതാവും. ഞാൻ ആത്മഹത്യ ചെയ്യില്ല. കാരണം ഈ അവസ്ഥയിലും ജീവിക്കാനുള്ള മോഹം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. മേഗി മാഡം പൊട്ടിക്കരഞ്ഞു. എത്ര കൃത്യമായി അവൻ്റെ വാക്കുകൾക്ക് അറ സംഭവിച്ചു. മനോരോഗ ചികിത്സകർ വിചാരിച്ചിട്ടും ശ്യാംസുന്ദറിൻ്റെ രോഗം ചികിത്സിച്ച് മാറ്റാനായില്ലേ? അഡ്വക്കേറ്റ് ചോദിച്ചു. ഇല്ല, കണ്ണീർ തുടച്ചുകൊണ്ട് മാഗി മാഡം പറഞ്ഞു. AT അലക്സാണ്ടറുടെ ചികിത്സയിലായിരുന്നപ്പോൾ അവൻ ഡോക്ടറുടെ മകളെക്കുറിച്ചും പട്ടണത്തിൽ നിറം വെളുപ്പിച്ച നുണകൾ പ്രചരിപ്പിച്ചു. ട്രീറ്റ്മെൻറ്റിനെത്തിയ അവൻ ഒരു ദിവസം ആ പെൺകുട്ടിയുടെ കിടക്കറയിൽ സ്വന്തം തൂവാല നിക്ഷേപിച്ചിട്ട് പോരുകയും ചെയ്തു. നിയന്ത്രിച്ചിട്ടും ജഡ്ജിയുടെ ചുണ്ടിൽ ചിരിയൂറി. തമാശയല്ലിത്. മാഗി മാഡം വിങ്ങിപ്പൊട്ടി. ക്രൂരവും സങ്കടകരവുമായ ഒരു സത്യം. സ്ത്രീകളെക്കുറിച്ച് അപവാദ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നത് അവൻ്റെ സ്വഭാവമായിപ്പോയി. എത്ര ശ്രമിച്ചിട്ടും അവൻ അതിൽ നിന്ന് വിടുതൽ ലഭിച്ചില്ല. സ്വന്തം അവസ്ഥയോർത്ത് അതിരഹസ്യമായി നീറുമ്പോഴും ആവർത്തിച്ച് അവൻ തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നു. നോക്കൂ, അമ്മുവും നന്ദിതയും നിന്നിരുന്നിടത്തേക്ക് മാഗി മാഡം വിരൽ ചൂണ്ടി. അമ്മുവിനെക്കുറിച്ചും നന്ദിതയെക്കുറിച്ചും അവൻ എന്നോട് പറഞ്ഞിരുന്നു. ആരും വിശ്വസിക്കാത്ത സത്യം. ഈ 2 പെൺകുട്ടികളെയും അവൻ സ്വന്തം സഹോദരിമാരെ പോലെയാണ് കരുതിയിരുന്നതെന്ന്. അപൂർവ നന്മയുള്ള പെൺകുട്ടികൾ. അതായിരുന്നു അവൻ്റെ വാചകം. ഇവരെക്കുറിച്ച് എന്തെങ്കിലും ദൂഷണം പറയരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. ഗിരിയും ചോട്ടുവും വഴക്കിടും വരെ അവന് പിടിച്ചു നിൽക്കുവാനും കഴിഞ്ഞിരുന്നു. എന്നാൽ ഗിരിയും ചോട്ടുമായി തെറ്റിയതോടെ അവൻ്റെ സമനിലയും തെറ്റി. മനസ്സിൽ വന്നതല്ല, വായിൽ വന്നതാണ് അവൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞത്. ആ 2 സന്ദർഭങ്ങൾക്ക് ശേഷം അവൻ എൻ്റെ അടുത്തെത്തി കുമ്പസാരിച്ചിരുന്നു. നിങ്ങൾ പറയുന്നത് കോടതിക്ക് മനസ്സിലാവുന്നില്ല, വക്കീൽ അറിയിച്ചു. ഒപ്പം കോടതിയിൽ മൊത്തം ഒരു സംഭ്രമം ബാധിച്ചു. എവിടെ നിന്നെല്ലാമോ നേരിയ മർമ്മരവും ഉയർന്നു. ഞാൻ ഇതുവരെ ശ്യാംസുന്ദറെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, മിസ്സിസ് മാഗി റൊസാരിയോ പറഞ്ഞു. ശ്യാംസുന്ദർ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാക്കിയ സംഘർഷത്തെക്കുറിച്ച് പറഞ്ഞില്ല. ചെല്ലുന്നിടത്തെല്ലാം വിനാശം വിതയ്ക്കുന്നവനായിരുന്നു ശ്യാം. സ്വയം അറിയാതെയാണ് അവൻ അത് ചെയ്യുന്നതെങ്കിലും. ഗിരിയുടെയും ചോട്ടുവിൻ്റെയും അമ്മുവിൻ്റെയും നന്ദിതയുടെയും കണ്ണുകൾ വിടർന്നു. മാഗി റൊസാരിയോ തുടർന്നു. എൻ്റെ പെൺമക്കളെ അവൻ സ്വന്തം സഹോദരിമാരായാണ് കരുതിയിരുന്നത്. അത് എനിക്കും അവർക്കും അറിയാമായിരുന്നു. എന്നാൽ എൻ്റെ മക്കളുടെ പപ്പയ്ക്ക് അത് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് അത് വിശ്വാസമില്ലായിരുന്നു. ആ തെമ്മാടിയെ വീട്ടിൽ കടത്തരുതെന്ന് അദ്ദേഹം പലവട്ടം എനിക്ക് താക്കീത് തന്നിരുന്നു. പക്ഷേ ശ്യാം അപ്പോഴേക്ക് എനിക്ക് എൻ്റെ സ്വന്തം മകനായി കഴിഞ്ഞിരുന്നു. അവൻ്റെ സങ്കടം എനിക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു.
അവനെ എനിക്ക് കുറ്റപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. മയക്കുമരുന്നിന് അടിമയായവരെ പോലെയായിരുന്നു അവൻ ആ പ്രത്യേക സ്വഭാവത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോയത്. ഒരുപക്ഷെ അവനെ കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ സാന്ത്വനിപ്പിച്ചിരുന്ന ഏക വ്യക്തി ഞാൻ മാത്രമായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവൻ എന്നെ കാണണമെന്ന് നിർബന്ധമായിരുന്നു. ഞാൻ രഹസ്യമായി അവനെ കാണുകയും ചെയ്തിരുന്നു. റോസ് ഇല്ലാത്ത നേരത്ത് അവൻ വരും. റോസ് തുടർച്ചയായി വീട്ടിൽ ചടഞ്ഞു കൂടാൻ തുടങ്ങിയപ്പോൾ റോസ് ഉറങ്ങിയ ശേഷം പാതിരാത്രിയിൽ അവനെ ഞാൻ എൻ്റെ വീട്ടിൽ വരുത്തി. അത് ഒരു നാൾ അദ്ദേഹം കണ്ടുപിടിച്ചു. വക്കീൽ മേഗി മാഡത്തെ നോക്കി. അതെ, അവർക്ക് വീണ്ടും കരച്ചിൽ വന്നു. ശ്യാമുമായി എനിക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് പോലും അദ്ദേഹം ആരോപിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കളെ കൂടി ഞാൻ നശിപ്പിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. എൻ്റെ വിശദീകരണം കേൾക്കാൻ തയ്യാറായതേയില്ല. ഞങ്ങളുടെ ദാമ്പത്യം തകർന്നു. പക്ഷേ അദ്ദേഹമോ ഞാനോ അത് പുറമേ പ്രകടിപ്പിച്ചില്ല. അപ്പോഴാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് അത്യാവശ്യമായി എന്നെ കാണണമെന്ന് അവൻ ശാഠ്യം പിടിച്ചത്. എന്നിലെ അമ്മ അലിഞ്ഞു. റോസിൻ്റെ താക്കീത് മറന്നു. സന്ധ്യയ്ക്ക് റോസില്ലാത്തപ്പോൾ വന്നോളാൻ അനുവാദം കൊടുത്തു. അവൻ വന്നു. എന്നാൽ അവന് പറയാനുള്ളത് പറയും മുമ്പേ റോസു എത്തി. അദ്ദേഹം അവനെ അടിച്ചു. കസേരയെടുത്ത് അവൻ്റെ തലയ്ക്കടിക്കാനായി പാഞ്ഞു ചെന്നു. അവൻ ഓടി. നീ ഇനി ജീവിക്കേണ്ട എന്നും പറഞ്ഞ് കാറുമെടുത്ത് അദ്ദേഹവും പുറകെ പാഞ്ഞു. മാർഗരറ്റ് റൊസാരിയോ വീണ്ടും പൊട്ടിക്കരഞ്ഞു. അന്ന് രാത്രിയിലാണ് ഗിരിയുടെ കാറിൻ്റെ ഡിക്കിയിൽ ആ ശവം കാണപ്പെട്ടത്. മാഗി റൊസാരിയോയുടെ കണ്ണുകൾ വീണ്ടും കോടതി മുറിയിലൂടെ വട്ടം ചുറ്റി. അവർ തിരയുന്നത് ആരെയായിരിക്കാമെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ മിസ്റ്റർ റൊസാരിയോ പരിസരത്തെങ്ങും ഉണ്ടായിരുന്നില്ല. ശ്യാം സുന്ദർ കൊല്ലപ്പെട്ടത് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ തീ തിന്നാൻ തുടങ്ങിയതാണ്. ശ്യാം സുന്ദറിൻ്റെ അന്ത്യമോ എൻ്റെ ഭർത്താവ് കുറ്റവാളിയായി പിടിക്കപ്പെടുമല്ലോ എന്ന ഭയമോ അല്ല എന്നെ മതിച്ചത്. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുമല്ലോ എന്ന കുറ്റബോധം. പോരെങ്കിൽ ഗിരിയും ചോട്ടുവും സ്വന്തം മക്കളെപ്പോലെ എനിക്ക് പ്രിയപ്പെട്ടവരും. അവർ രണ്ടുപേരും ബദ്ധശത്രുക്കളായി വേർപിരിഞ്ഞു. അവരുടെ കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും തകർന്നു. സാധുക്കളായ 2 പെൺകുട്ടികൾ അശരണരായി തീർന്നു. എൻ്റെ ഭർത്താവാണ് അത് ചെയ്തതെങ്കിൽ ആ കുറ്റം ഒളിച്ചുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത 2 ചെറുപ്പക്കാരെ കൊലക്കയറിൽ കുരുക്കിയാൽ ആ ഓർമ്മ എൻ്റെ ഉറക്കം കെടുത്തി. പക്ഷേ എനിക്ക് 3 പെൺമക്കളുണ്ട്. അവർക്ക് എല്ലാമാണ് അവരുടെ പപ്പ. ശ്യാം സുന്ദറെ കൊന്നതെന്ന് നിങ്ങൾക്ക് തീർച്ചയുണ്ടോ? വക്കീൽ ചോദിച്ചു. ഇല്ല. മേഗി മേഡത്തിൻ്റെ ശിരസ് കുനിഞ്ഞു. പക്ഷേ ഗിരിയും ചോട്ടുവും നിരപരാധികളാണെന്ന് എനിക്ക് തീർച്ചയായി. അതുകൊണ്ടാണ് എൻ്റെ കുടുംബം തകർക്കാൻ പോകുന്ന ഈ സത്യം ഞാൻ തുറന്നു പറഞ്ഞത്. നിരപരാധികളാണെങ്കിൽ 2 ചെറുപ്പക്കാർ നശിക്കാൻ പാടില്ല. ചോട്ടുവും ഗിരിയും സ്തബ്ധരായി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ചോട്ടു മുഖമുയർത്തി ഗിരിയെ നോക്കി. ഗിരി അപ്പോഴും കുനിഞ്ഞ ശിരസോടെ നിൽക്കുകയാണ്. ചോട്ടു മെല്ലെ നടന്നു ചെന്ന് ഗിരിയുടെ ചുമലിൽ തൊട്ടു. ഗിരി ഞെട്ടി മുഖമുയർത്തി ചോട്ടുവിനെ നോക്കി. തൻ്റെ ചുമലിലിരുന്ന ചോട്ടുവിൻ്റെ കൈവിരലുകളിൽ മൃദുമായി തിരുപ്പിടിച്ചു. അവൻ്റെ കണ്ണുകൾ ഈറനായി. നന്ദിതയും ഓടി അവർക്കരികിലെത്തി. എന്നാൽ അമ്മു മാത്രം നിന്നിടത്തു നിന്നും അനങ്ങിയിരുന്നില്ല. എനിക്ക് ഇനി ഒന്നും പറയാനില്ല. മിസ്സിസ് മാർഗരറ്റ് ഏങ്ങലടിച്ചു. എൻ്റെ ഭർത്താവ് കുറ്റവാളിയാണെങ്കിൽ അദ്ദേഹത്തിന് അർഹമായ ശിക്ഷ ലഭിക്കണം. ഗിരിയെയും ചോട്ടുവിനെ പോലെ അദ്ദേഹവും നിരപരാധിയാണെങ്കിൽ. മേഗി മേഡം നീതിപീഠത്തിലേക്ക് നോക്കി. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തും വരെ അന്വേഷണം നീട്ടണം. ശ്യാം സുന്ദറെ കൊന്ന ആൾ ആരായാലും അയാൾ ഒരു കൊലപാതകം മാത്രമല്ല ചെയ്തിരിക്കുന്നത്. താൻ ചെയ്ത കുറ്റം ഒളിച്ചുകൊണ്ട് ഒന്നിലധികം നിരപരാധികളെ കൊല്ലാക്കൊലയും ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ തെറ്റിനാണ് തീരെ മാപ്പില്ലാത്തത്. കോടതി പിരിയേണ്ട നേരമായിരുന്നു. അതോടെ അന്നത്തെ വിചാരണയും അവസാനിച്ചു. സാക്ഷിക്കൂട്ടിൽ നിന്ന് പുറത്ത് കടന്നയുടൻ മേഗി മാഡം മക്കൾ നിന്നിരുന്നിടത്തേക്ക് ഓടി. സൂസൻ, സോമി, സിനി, എവിടെ നിങ്ങളുടെ പപ്പ? മാഗി മേഡം ചുറ്റും തിരിഞ്ഞു. സൂസൻ്റെയും സോമിയുടെയും സിനിയുടെയും മുഖങ്ങളിൽ പരിഭ്രമമായിരുന്നു. ഈ നേരം കൊണ്ട് പപ്പയെ ഞങ്ങൾ ഇവിടെ മുഴുവൻ തിരഞ്ഞു. എങ്ങും കണ്ടില്ല. പാവം പപ്പ എവിടെ പോയി എന്ന് ആർക്കറിയാം? പറയുന്നതിനിടയിൽ സൂസൻ കരയുന്നുണ്ടായിരുന്നു. മമ്മി എന്തിനാണ് അങ്ങനെയൊക്കെ കോടതിയിൽ പറഞ്ഞത്? കത്തുന്ന കണ്ണുകളോടെയായിരുന്നു സോമിയുടെ ചോദ്യം. എല്ലാം തുറന്നു പറയാനായിരുന്നു മമ്മി കോടതിയിലേക്ക് പോന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ മമ്മിയെ വീടിനുള്ളിൽ പൂട്ടിയിടുമായിരുന്നു. ഏറ്റവും ഇളയവളായ സിനിയായിരുന്നു അത് പറഞ്ഞത്. മാഗി മേഡം ജീവച്ഛവമായി. ഞങ്ങളുടെ പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നോക്കിക്കോളൂ, ഞങ്ങൾ 3 പേരും ജീവിച്ചിരിക്കില്ല. ഒരു പൊട്ടിത്തെറിയോടെ അങ്ങനെ പറഞ്ഞിട്ട് സൂസൻ ചെന്ന് കാറിൽ കയറിയിരുന്നു. പിറകെ അനുജത്തിമാരും. മിസ്സിസ് മാർഗരറ്റിന് മക്കളെ അനുഗമിക്കുകയേ തരമുണ്ടായിരുന്നുള്ളൂ. മാഗി മേഡം തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. കോടതി മുറ്റത്തു നിന്ന് കാർ നീങ്ങും മുമ്പ് അവർ ഒരിക്കൽ കൂടി ഭർത്താവിനെ തിരഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹം വീട്ടിലേക്ക് പോയിരിക്കാം. താൻ കോടതിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. തൻ്റെ സംശയത്തിന് വിരുദ്ധമായി അദ്ദേഹമെങ്ങാൻ നിരപരാധിയാണെങ്കിൽ
എങ്കിൽ അദ്ദേഹം ഒരിക്കലും തനിക്ക് മാപ്പ് തരില്ല. താൻ ചെയ്തത് തെറ്റായി പോയോ? ആ ചെറുപ്പക്കാർ രണ്ടുപേരും നിരപരാധികളാണെങ്കിലോ എന്ന വിചാരമാണ് തന്നെക്കൊണ്ട് അങ്ങനെയെല്ലാം ചെയ്യിച്ചത്. തൻ്റെ ഉദ്ദേശം തികച്ചും ശുദ്ധമായിരുന്നു, നന്മയിൽ അധിഷ്ഠിതവും. മമ്മിക്ക് പപ്പയേക്കാൾ വലുത് ശ്യാംസുന്ദർ ആയിരുന്നല്ലോ. സോമി പരിഭവിച്ചു. ഒരുപക്ഷെ പപ്പ തന്നെയാണ് അത് ചെയ്തതെന്ന് കരുതുക. എന്നാലും എന്താ തെറ്റ്? എത്രയോ പെണ്ണുങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കിയവനാണ് അയാൾ. എന്നാലും നിങ്ങളെ അവൻ സ്വന്തം അനുജത്തിമാരെ പോലെയല്ലേ കരുതിയിരുന്നത്? മാഗിമേടം സങ്കടത്തോടെ ചോദിച്ചു. പക്ഷേ പുറത്തിറങ്ങി ഞങ്ങളെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവുകയെന്ന് ആർക്കറിയാം? സൂസൻ ചോദിച്ചു. സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയുന്നത് രക്തത്തിൽ അലിഞ്ഞുപോയ സ്വഭാവമല്ലേ? അവൻ എങ്ങനെയുമാകട്ടെ, മാഗിമാടം സമ്മതിച്ചു കൊടുത്തു. എല്ലാ തെറ്റുകളോടുമൊപ്പം അവനും അവസാനിച്ചല്ലോ. പക്ഷേ അതിൻ്റെ പേരിൽ നിരപരാധികളായ രണ്ടുപേർ. അവർ നിരപരാധികളാണെന്ന് മമ്മി പറഞ്ഞുവല്ലോ. അതുപോലെ ഞങ്ങളുടെ പപ്പയും നിരപരാധിയാണെങ്കിലോ? സിനിയാണ് ചോദിച്ചത്. മാഗി മേഡത്തിന് മറുപടിയില്ലായിരുന്നു. മമ്മി കണ്ടില്ലല്ലോ പപ്പ അത് ചെയ്യുന്നത്. ഊവോ? ചൂളം കുത്തൽ പോലെയാണ് അവളുടെ കൊച്ചു സ്വരം മേഡത്തിൻ്റെ കാതിൽ വന്നലച്ചത്. സിനി ചോദിച്ചത് ന്യായമാണ്. സൂസൻ അനിയത്തിയെ പിന്താങ്ങി. പപ്പ അത് ചെയ്യുന്നത് മമ്മി കണ്ടില്ലല്ലോ. എന്നിട്ടും പപ്പയുടെ ശിരസിൽ മമ്മി കൊലക്കുറ്റം ആരോപിച്ചു. ആ തെമ്മാടിയെ വീട്ടിൽ കടക്കാൻ അനുവദിക്കാത്തതിലുള്ള വൈരാഗ്യം. മക്കൾ ഒരേ സ്വരത്തിൽ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ശക്തയായിരുന്നിട്ടും മിസ്സിസ് മാർഗരറ്റ് പുകയാൻ തുടങ്ങി. അയാൾക്ക് മമ്മി കോടതിയിൽ ഒരുപാട് ന്യായീകരണങ്ങൾ നൽകി. ശ്യാംസുന്ദർ എന്നവൻ നല്ലവനാണെന്ന് മമ്മി ഒരാൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ആ സ്ഥിതിക്ക് മാഗി മേഡം വേപതുവോടെ മകളെ നോക്കി. ആ സ്ഥിതിക്ക് മമ്മിയും അയാളുമായുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചാണ് ഞങ്ങൾക്കിപ്പോൾ സംശയം. മാർഗരറ്റ് ചകിതയായി. ഓടിക്കൊണ്ടിരുന്ന വണ്ടി പുഴയോരം ചേർന്ന് നിന്നു. വലത് കൈത്തലം ശിരസോട് ചേർത്ത് വെച്ച് അവർ ഏങ്ങലടിച്ചു. സത്യത്തിൽ മമ്മി ആരെയോർത്താണ് ഇങ്ങനെ കരയുന്നത്? ഞങ്ങളുടെ പപ്പയെ ഓർത്തോ അതോ ശ്യാംസുന്ദറിനെ ഓർത്തോ? നിങ്ങളെ ഓർത്ത്. മാഗി പൊട്ടിക്കരഞ്ഞു. എൻ്റെ 3 പെൺമക്കളെയും ഓർത്ത്. നിങ്ങൾ അനാഥമാവുമല്ലോ എന്നോർത്ത്. ഞങ്ങളെ അനാഥരാക്കാൻ ശ്രമിക്കുന്നതും മമ്മിയാണ്, സോമി കുറ്റപ്പെടുത്തി. അതെ, ഞാനാണ്. മാഗി സമ്മതിച്ചു. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ജീവിച്ചിരിക്കില്ലെന്ന്. എൻ്റെ റോസിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും ജീവിച്ചിരിക്കില്ല. മാഗി വണ്ടി സ്റ്റാർട്ടാക്കി. പിന്നീട് വീടിൻ്റെ പോർച്ചിൽ എത്തും വരെ ആരും ശബ്ദിച്ചില്ല. വീടിൻ്റെ പോർച്ചിലെത്തി കാർ നിന്നതോടെ മാഗി മാഡം വാതിൽ തുറന്ന് പുറത്ത് ചാടി. പിറകെ പെൺകുട്ടികളും. വീടിൻ്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നതുകൊണ്ട് റൊസാരിയ വീട്ടിലെത്തിയിട്ടുണ്ടാവുമെന്ന് അവർക്ക് മനസ്സിലാക്കി. കാർ തങ്ങൾക്കായി ഉപേക്ഷിച്ചിട്ട് വല്ല ടാക്സിയും പിടിച്ച് പോന്നു കാണും. മാഗിക്ക് പകുതി ആശ്വാസമായി. താൻ കോടതിയിലെല്ലാം തുറന്നു പറഞ്ഞതിൻ്റെ പ്രതിഷേധമാണ്. സാരമില്ല, റോസ് കൊലപാതകിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിരപരാധിയാണെങ്കിൽ വിചാരണയിൽ റോസിന് രക്ഷപ്പെടാമല്ലോ. മാഗി അകത്തേക്ക് ഓടിച്ചെന്നു. കിടക്കമുറിയിലാണ് സാധാരണ വിശ്രമിക്കുക. മുറിയുടെ വാതിൽ ചാരിയിരിക്കുകയാണ്. അടുത്ത് ചെന്നപ്പോഴാണ് മാഗി ഒരു സംഗതി കണ്ടത്. വാതിലിൻ്റെ ഹാൻഡിലിൽ ഒരു കടലാസ് കോർത്തിട്ടിരിക്കുന്നു. മാഗി അത് ഊരിയെടുത്തു. ഒരു കത്താണ്. പ്രിയ മാഗി, സ്വർഗത്തെ നാണിപ്പിക്കുന്നതായിരുന്നല്ലോ നമ്മുടെ കുടുംബജീവിതം. എന്നിട്ടും അത് ഒടുവിൽ. പക്ഷെ ഞാൻ സഹിച്ചു. എന്നാൽ നീ എനിക്കെതിരായി കോടതിയിൽ. ഇത് താങ്ങാൻ വയ്യടോ. നിനക്കറിയോ മാഗി, അന്ന് ശ്യാംസുന്ദറെ കൊല്ലാൻ ഞാൻ കാറും എടുത്ത് പുറത്തു പോയതാണ് സത്യം. പക്ഷേ എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ആ മൃതദേഹം പോലും എനിക്ക് കാണാൻ കിട്ടിയില്ല. എന്നിട്ടും മാഗി നീ. പക്ഷെ സാരമില്ല, നിൻ്റെ റോസ്. മാഗി വാതിൽ തള്ളി തുറന്നു. കിടക്കയിൽ മലർന്നു കിടക്കുകയാണ് റൊസാരിയോ. പുറത്തേക്ക് നീട്ടിവെച്ച വലത് കൈത്തണ്ടയിൽ നിന്ന് ചോര വാർന്ന മൊസൈക്ക് തറയിൽ പരന്നിരുന്നു. റോസ് ആർത്ത് കരഞ്ഞുകൊണ്ട് മിസ്സിസ് മാർഗരറ്റ് റൊസാരിയോയുടെ ദേഹത്തേക്ക് വീണു. പപ്പാ! പിന്നിൽ പെൺകുട്ടികളുടെ അലർച്ച. സോമിയും സിനിയും പാഞ്ഞു നിന്ന് പപ്പയുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു. എന്നാൽ ഒരു നിമിഷത്തെ പതർച്ചയ്ക്ക് ശേഷം സൂസൻ ജാഗ്രതയിലായി. എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു. ആത്മഹത്യാശ്രമമാണ് നടന്നിരിക്കുന്നത്. പപ്പയ്ക്ക് ജീവനുണ്ടോ എന്നറിയില്ല. എങ്കിലും വെറുതെ അലമുറയിട്ടിട്ട് കാര്യമില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം. പോലീസിന് വിവരം നൽകും മുമ്പ് ഏതെങ്കിലും ഡോക്ടറെ വിളിച്ച് നോക്കാം. കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. സൂസൻ ഫോണിൽ കുടുംബ ഡോക്ടറെ വിളിച്ച് വിവരം അറിയിച്ചു. ഉടൻ ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് നിർദ്ദേശം ഉണ്ടായത്. ആരുടെയെങ്കിലും സഹായം അഭ്യർത്ഥിക്കാനുള്ള സാവകാശം ഇല്ല. സൂസൻ മമ്മിയെയും അനുജത്തിമാരെയും തട്ടി വിളിച്ചു. കഴിയും നേരത്തെ പപ്പയെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കേണ്ടതിന് പകരം നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? സൂസനും സോമിയും സിനിയും കൂടി എടുത്താണ് റൊസാരിയെ കാറിൽ എത്തിച്ചത്. മമ്മി വേഗം ഡ്രൈവിംഗ് സീറ്റിൽ കടന്നിരിക്കെ സൂസൻ കൽപ്പിച്ചു. എനിക്ക് വയ്യ, എൻ്റെ ശരീരം തളർന്നു പോകുന്നു. കാറിൽ കടന്നിരുന്നെങ്കിലും മാഗി മേഡം മുഖം പൊത്തി കരഞ്ഞതേയുള്ളൂ.
ലൈസൻസ് കിട്ടിയിട്ടില്ലെങ്കിലും വണ്ടി ഓടിക്കാനൊക്കെ എനിക്കറിയാം. സൂസൻ തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. കാർ ആശുപത്രിയിലേക്ക് പറക്കുകയായിരുന്നു. റൊസാരിയോയെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച ശേഷമാണ് സൂസൻ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിവരം അറിയിച്ചത്. ഫോൺ ചെയ്ത കൂട്ടത്തിൽ ഗിരിധരനും ചോട്ടുവിനും വിവരം നൽകി. ചോട്ടു മാത്രമേ ആശുപത്രിയിൽ എത്തിയുള്ളൂ. നിങ്ങളെ രണ്ടാളെയും രക്ഷിക്കാൻ വേണ്ടിയാണ് മമ്മി കോടതിയിൽ അതെല്ലാം പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ പപ്പ. ചോട്ടുവിനെ കണ്ടതോടെ സൂസൻ പൊട്ടിക്കരഞ്ഞു. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ പപ്പ അത് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളുടെ മമ്മി പറഞ്ഞത്? ചോട്ടു തിരക്കി. ശ്യാംസുന്ദറെ കൊല്ലുമെന്നും പറഞ്ഞ് പപ്പ കാറും എടുത്ത് പുറത്തു പോയത് സത്യം. പക്ഷെ ശ്യാംസുന്ദറെ പപ്പ കണ്ടിട്ട് പോലുമില്ല. അല്ലെങ്കിലും മമ്മിയേക്കാളേറെ ഞങ്ങൾക്ക് പപ്പയെ അറിയാം. ഒരു കൊല ചെയ്തിട്ട് നിശബ്ദനായിരിക്കാൻ മാത്രം തന്ത്രശാലിയല്ല ഞങ്ങളുടെ പപ്പ. വിശേഷിച്ചും നിരപരാധികൾ കുറ്റം ഏൽക്കേണ്ടി വരുമ്പോൾ. ചോട്ടു സ്തബ്ധനായി നിന്നു. ആശുപത്രിയിൽ നിന്നും ചിലപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കിട്ടുന്നത് ഞങ്ങളുടെ പപ്പയുടെ ശവമായിരിക്കാം. ഈ നശിച്ച പട്ടണത്തിൽ ഞങ്ങൾ 3 പെൺകുട്ടികൾ അനാഥരായിത്തീരും. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലുമാണ് അത് ചെയ്തതെങ്കിൽ ദയവായി ഇനിയെങ്കിലും കോടതി മുമ്പാകെ കുറ്റം ഏൽക്കൂ. തെറ്റിദ്ധരിക്കപ്പെട്ട് ഇനിയും ആരെങ്കിലുമൊക്കെ കൂടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കും മുമ്പ്. കുനിഞ്ഞ ശിരസോടെ അല്പനേരം കൂടി നിശബ്ദം നിന്നിട്ട് ചോട്ടു തിരിഞ്ഞു നടന്നു. ചോട്ടു നേരെ പോയത് ഗിരിയുടെ അടുത്തേക്കാണ്. ഗിരിധർ അപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെയായിരുന്നു. മിസ്റ്റർ റൊസാരിയോ ആത്മഹത്യ ചെയ്തു, ചോട്ടു അറിയിച്ചു. ഗിരിയിൽ ഒരു നടുക്കമുണ്ടായി. അവൻ്റെ കണ്ണുകൾ വിടർന്നു. റൊസാരിയോ ആത്മഹത്യാ ശ്രമത്തിൽ ആശുപത്രിയിലാണെന്നറിഞ്ഞു. പക്ഷേ അയാൾ മരിച്ചുവെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഗിരിയുടെ ശബ്ദം ഇടറി. റൊസാരിയോ ആശുപത്രിയിലാണ്. മരിച്ചുവെന്ന് എനിക്കും അറിയാം, ചോട്ടു പറഞ്ഞു. ഒരു പക്ഷേ ഉടനെയെങ്ങാൻ അയാളുടെ മരണവാർത്ത നമ്മെ തേടി വന്നേക്കാം. ഗിരി ശബ്ദിച്ചില്ല. ചോട്ടു തുടർന്നു. ആത്മഹത്യയ്ക്ക് ശ്രമിക്കും മുമ്പ് അയാൾ ഒരു കത്ത് എഴുതി വെച്ചിരുന്നു. ഗിരി വിസ്മയത്തിൽ ചോട്ടുവിനെ നോക്കി. അയാൾ നിരപരാധിയാണെന്ന് ചോട്ടു പറഞ്ഞു. ശ്യാംസുന്ദറെ കൊല്ലണമെന്നും പറഞ്ഞ് അയാൾ കാറുമെടുത്ത് വെളിയിൽ പോയത് സത്യമാണത്രേ. പക്ഷേ അവൻ്റെ ശവം പോലും അയാൾക്ക് കിട്ടിയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അയാളും എന്നെപ്പോലെ തന്നെ. ഗിരി മെല്ലെ പിറുപിറുത്തു. അയാൾ നിന്നെപ്പോലെയോ? ചോട്ടു ഗിരിയെ നോക്കി. അതെ, ഗിരി പറഞ്ഞു. അവനെ കൊല്ലാനുള്ള അരിശത്തിലാണ് ഞാനും കാറും എടുത്ത് ആ രാത്രിയിൽ വെളിയിൽ പോയത്. പക്ഷേ സത്യമേ പറയാവൂ. സത്യമാണ് ഞാൻ പറയുന്നത്. റൊസാരിയോയുമായി എനിക്ക് ഒരു വ്യത്യാസമേ ഉള്ളൂ. ഞാൻ അവൻ്റെ ശവം കണ്ടു. നമ്മൾ ഒരുമിച്ചായിരുന്നു അത് കണ്ടതെന്ന് മാത്രം. അപ്പോൾ നീ നിരപരാധിയാണ്? ചോട്ടു ഗിരിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇനി അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഗിരി മുഖം തിരിച്ചു. കാര്യമുണ്ട്. ചോട്ടുവിൻ്റെ സ്വരം ദൃഢമായി. നീ നിരപരാധിയാണെങ്കിൽ നിനക്ക് വേണ്ടി ഈ കുറ്റം ഏൽക്കാൻ ഞാൻ തയ്യാറാവും. വേണ്ട ചോട്ടു, നീ നിരപരാധിയാണെങ്കിൽ നിനക്ക് വേണ്ടി കുറ്റമേൽക്കാൻ തയ്യാറുള്ളവനാ ഈ ഗിരി. ഞാനത് തെളിയിക്കുകയും ചെയ്തല്ലോ. ആ മാഗിമദാമ ഇടയ്ക്ക് വന്ന് ചാടിയില്ലായിരുന്നെങ്കിൽ? അതെ, ആ മാഗിമേട ഇടയ്ക്ക് ചാടിയതാണ് കുഴപ്പമുണ്ടാക്കിയത്. ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് പകരം ഞാൻ ഈ ലോക്കപ്പിൽ കിടന്നേനെ. മാഗിമേട ഒരാളാണ് എല്ലാം തുലച്ചത്. നിരപരാധിയായ ആ പാവ സായിപ്പിനെയും അവർ അപകടത്തിലാക്കി. പക്ഷെ ചോട്ടു, ഗിരി വിളിച്ചു. അന്ന് നീ കോടതിയിൽ കുറ്റം ഏൽക്കാൻ തയ്യാറായതോടെ എനിക്ക് മനസ്സിലായി നീ നിരപരാധിയാണെന്ന്. ഇപ്പോൾ എനിക്കും മനസ്സിലാക്കാൻ കഴിയുന്നടാ, നീയും നിരപരാധിയാണെന്ന്. നമ്മൾ രണ്ടുപേരെയും പോലെ ആ റൊസാരിയോ സായിപ്പ് നിരപരാധിയായിരിക്കും. നമുക്കറിയാമല്ലോ ആ സാധുവിനെ. അപ്പോൾ പിന്നെ ആരാണത് ചെയ്തത്? നമ്മെ എല്ലാവരേക്കാൾ ബുദ്ധിയുള്ള മറ്റൊരു കക്ഷി. നമുക്ക് ഇക്കാര്യം നേരത്തെ ഊഹിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ചോട്ടു പുഞ്ചിരിച്ചു. സാരമില്ല. ഗിരിയുടെ ചുണ്ടിലും ചിരിയെത്തി. എനിക്ക് എൻ്റെ നന്ദിത നഷ്ടമായെന്നല്ലേയുള്ളൂ. എന്നാലും അവൾ നിൻ്റെ അടുത്താണല്ലോ. എനിക്ക് സന്തോഷമുണ്ട്. എനിക്കിപ്പോൾ സങ്കടം എൻ്റെ അമ്മൂട്ടിയമ്മയെ ഓർത്തു മാത്രമാ. ഗിരി, നിൻ്റെ നന്ദിത എൻ്റെ അടുത്തുണ്ട്, സത്യമാ. പക്ഷേ അവൾ എൻ്റെ പെങ്ങളായിട്ട് അവിടെ താമസിക്കുന്നത്. ഗിരി വിശ്വസിക്കാൻ ആവാത്തതുപോലെ ചോട്ടുവിനെ നോക്കി. സത്യമാടാ, ചോട്ടു പറഞ്ഞു. അമ്മു നിൻ്റെ അനിയത്തിയാണെങ്കിൽ നന്ദിത എൻ്റെയും അനുജത്തിയാണ്. സന്തോഷം കൊണ്ട് ഗിരിക്ക് വീർപ്പ് മുട്ടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴേക്കും അവർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുവദിച്ചിരുന്ന സമയം അവസാനിച്ച് ചോട്ടു മടങ്ങിപ്പോയി. പിറ്റേന്ന് ചോട്ടുവിന് സൂസൻ്റെ ഫോൺ. പപ്പ അപകടനില തരണം ചെയ്തിരിക്കുന്നു. സംസാരിച്ചു തുടങ്ങി. ചോട്ടുവേട്ടനെ തിരക്കി. ധൃതി കൂട്ടണ്ട, സാവധാനം വന്നാൽ മതി. എന്നാൽ ചോട്ടു അന്ന് തന്നെ റൊസാരിയോ സായിപ്പിനെ കണ്ടു. ആശുപത്രി മുറിയിൽ റൊസാരിയോയും മകൾ സൂസനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻറ്റി എവിടെ? ചോട്ടു തിരക്കി. കുറ്റബോധം കൊണ്ട് അവൾക്ക് എൻ്റെ നേരെ നിൽക്കാൻ കഴിയുന്നില്ലത്രേ. പാവം, അവൾ വീട്ടിലാണ്. റൊസാരിയോ ചിരിച്ചു. സത്യത്തിൽ സാറിന് മേഡത്തോട് പരിഭവമില്ലേ? ചോട്ടു ചോദിച്ചു. എന്തിന്? നിങ്ങൾക്കെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞതിന്. ആദ്യം പരിഭവം തോന്നി. അതുകൊണ്ടാണല്ലോ ഞാൻ ആശുപത്രിയിലായത്. എന്നാൽ പുനർജന്മം കിട്ടി ഉണർന്നതോടെ ആ പരിഭവം അലിഞ്ഞുപോയി. കാരണം മാഗിയുടെ സ്നേഹം എനിക്ക് മനസ്സിലായി. അവൾ തിന്ന തീയും. ഒരു ദിവസം കൊണ്ട് അവൾ പകുതിയായിപ്പോയി. അതോടെ കുറ്റബോധം എനിക്കായി. അല്ലെങ്കിലും എൻ്റെ പക്ഷത്ത്
അല്പം കുറ്റമൊക്കെയുണ്ട്. ചോട്ടു ജിജ്ഞാസയിൽ റൊസാരിയോയുടെ മുഖത്തേക്ക് നോക്കി. സത്യത്തിൽ ശ്യാം സുന്ദറെ കൊല്ലണമെന്നുള്ള രോഷത്തിലാണ് ഞാൻ കാറും എടുത്ത് പുറത്തുപോയത്. അവനെ എൻ്റെ കയ്യിൽ കിട്ടാതെ പോയത് ഒരുപക്ഷെ എൻ്റെ പെൺകുട്ടികളുടെ ഭാഗ്യമായിരിക്കാം. എന്നാലും അവനും ഞാനുമായുള്ള പകയും അവനെ തേടി ആ രാത്രി മുഴുവൻ ഞാൻ പട്ടണത്തിൽ അലഞ്ഞതും ഞാൻ ഇത്രയും കാലം ഒളിച്ചു വെച്ചില്ലേ? മാഗി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ലോകം അറിയുമായിരുന്നോ? സാർ അതൊക്കെ മറച്ചു വെക്കാൻ കാരണം? നിരപരാധിയാണെങ്കിലും വല്ല വഴിയിലും കുറ്റം എൻ്റെ തലയിൽ വന്ന് വീണാലോ? ഞാനാണെങ്കിൽ ആ രാത്രിയിൽ ശ്യാംസുന്ദറെ തിരക്കി അയാളുടെ ലോഡ്ജിൽ ചെന്നിരുന്നതുമാണ്. കഷ്ടകാലത്തിന് എൻ്റെ TV സെറ്റാണെങ്കിൽ വിഷൻ്റേതുമാണ്. സാർ അവിടെ ചെന്ന് തിരക്കിയപ്പോൾ ശ്യാംസുന്ദർ എവിടെ പോയിരിക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ചോട്ടുവിന് അറിയാമല്ലോ, ഈ പട്ടണത്തിലെ ഏറ്റവും ദുഷ്പേരുള്ള ലോഡ്ജാണത്. എന്തും നടക്കുന്ന സ്ഥലം. കൗണ്ടറിൽ ഇരിക്കുന്നവന്മാർ പോലും തനി തെമ്മാടികളാണ്. ശ്യാംസുന്ദർ സ്ഥലത്തുണ്ടോ എന്ന് തിരക്കിയപ്പോൾ 101 നമ്പർ മുറിയിൽ പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളും സ്ഥലത്തുണ്ടാവും എന്നായിരുന്നു മറുപടി. ഞാൻ 101ൻ്റെ വാതിൽക്കലെത്തി മുട്ടി വിളിച്ചപ്പോൾ വാതിൽ തുറന്നത് സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. ശ്യാം പുറത്തു പോയിരിക്കുകയാണ്, കുറേ വൈകിയേ വരൂ എന്ന് പറഞ്ഞ് അവൾ വാതിലടയ്ക്കുകയും ചെയ്തു. ആരായിരുന്നു അവൾ? ചോദിക്കാൻ സൗകര്യം കിട്ടിയില്ല. വല്ല തെരുവേശിയുമാവും. അല്ല, കാഴ്ചയ്ക്ക് ഏതോ നല്ല കുടുംബത്തിലെ കുട്ടി. എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അതുവഴി കടന്നുപോയി. അപ്പോൾ ഗിരിയുടെ കാർ പോർച്ചിൽ കിടക്കുന്നത് കണ്ടു. അതുകൊണ്ട് പിന്നീട് ഞാൻ അവൾ ചെന്നതേയില്ല. ഗിരിയും ശ്യാംസുന്ദറെ തിരക്കി ചെന്നതായിരുന്നു. അതെ, വിചാരണയ്ക്കിടയിലാണ് അക്കാര്യം എനിക്ക് മനസ്സിലായത്. ആകട്ടെ, ശ്യാംസുന്ദറിൻ്റെ മുറിയിൽ അപ്പോൾ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടാൽ സാറിന് തിരിച്ചറിയാൻ കഴിയുമോ? തിരിച്ചറിഞ്ഞിട്ട് എന്തു ചെയ്യാനാ? ഒരുപക്ഷെ ശ്യാംസുന്ദറിൻ്റെ കൊലപാതകയെ കണ്ടുപിടിക്കാൻ അവൾ സഹായകമായാലോ? അതെങ്ങനെ? അവന് 100 കണക്കിന് പെൺകുട്ടികളുമായി ചങ്ങാത്തമുണ്ട്. ഇവൾ അവരിൽ ഒരാൾ മാത്രമായിരിക്കുമല്ലോ. എന്നാലും ആ രാത്രിയിലെ അവൻ്റെ ചങ്ങാതി അവളായിരുന്നല്ലോ. റൊസാരിയ ഒരു നിമിഷം വായ തുറന്നപടി ഇരുന്നു. പിന്നെ ചോദിച്ചു, പക്ഷേ അവളെ ഇനി എങ്ങനെ കണ്ടുപിടിക്കാനാ? അതൊക്കെയുണ്ട്. ചോട്ടുവിൻ്റെ മുഖത്ത് ആത്മവിശ്വാസം. അവൻ എഴുന്നേറ്റു. 2 ദിവസം കൂടിയേ റൊസാരിയയ്ക്ക് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നുള്ളൂ. റൊസാരിയോ വീട്ടിൽ തിരിച്ചെത്തിയതിൻ്റെ പിറ്റേന്ന് ചോട്ടു വീണ്ടും സന്ദർശനത്തിനെത്തി. എങ്ങനെ പോകുന്നു ചോട്ടു കാര്യങ്ങൾ? അന്വേഷണത്തിൽ വല്ല പുരോഗതിയുമുണ്ടോ? റൊസാരിയോ ചോദിച്ചു. ചായയുമായി മാഗിമേഡവും എത്തി. പിറകെ സൂസനും. ചോട്ടു എല്ലാവരെയും നോക്കി കൈകൂപ്പി. കേട്ടോ ചോട്ടു, മാഗിമേഡ അറിയിച്ചു. ഏതോ ഒരു ഭയങ്കരൻ നമുക്കിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, തീർച്ച. പോലീസ് വിചാരിച്ചാൽ അവനെ കണ്ടെത്താൻ കഴിയണമെന്നുമില്ല. അതെ, ചോട്ടു സമ്മതിച്ചു. പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്കും വിശ്വാസമില്ല. ശ്യാംസുന്ദർ താമസിച്ചിരുന്ന ലോഡ്ജിൽ ചോട്ടു അന്വേഷിച്ചുവോ? ആ പെൺകുട്ടിയെക്കുറിച്ച് റൊസാരിയ തിരക്കി. വെറുതെ അന്വേഷിക്കാൻ ചെന്നാൽ സഹകരിക്കുന്ന തരത്തിൽപ്പെട്ടവരല്ലല്ലോ അവിടെയുള്ളവർ. പോലീസാണെങ്കിൽ കാര്യമായി അവിടെ അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ലെന്നും ഞാൻ കരുതുന്നു. അതുകൊണ്ട് പോലീസിൻ്റെ സഹായം തേടിക്കൊണ്ട് നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. പോലീസും കോടതിയുമൊക്കെ പരാജയപ്പെട്ടിട്ടുള്ള ചില കേസുകളിൽ സാധാരണ ജനങ്ങൾ വിജയിച്ചിട്ടുള്ള ചരിത്രവുമുണ്ട്. ചോട്ടു പറഞ്ഞത് ശരിയാണ്. നമുക്കൊന്ന് ശ്രമിക്കാം. പോലീസ് അനുമതിയും സഹായവും ഒക്കെ ഞാൻ നേടിയെടുക്കാം. പപ്പ, ഞാനും സഹായിക്കാം, സൂസൻ അറിയിച്ചു. ഒരു പെൺകുട്ടിയുടെ സഹായം വേണ്ടി വന്നാൽ തീർച്ചയായും സൂസൻ ക്ഷണിക്കപ്പെടും. ചോട്ടു പുഞ്ചിരിച്ചു. അന്ന് തന്നെ റൊസാരിയോ ഉന്നതങ്ങളിലുള്ള തൻ്റെ ചില പോലീസ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടു. വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. കേസന്വേഷണത്തിനിടയിൽ എവിടെയൊക്കെയോ നിങ്ങൾക്ക് പിശകിയിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് സെൻസുള്ള ചില മിടുക്കന്മാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ദുരിതവും അപമാനവും അനുഭവിക്കേണ്ടി വന്നവർ. പിന്നെ നിങ്ങൾ സഹായിക്കുമെങ്കിൽ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഞങ്ങളുടെ സഹായം ഉണ്ടാവും. പക്ഷേ ആത്മഹത്യാശ്രമത്തിനുള്ള ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമെന്ന് മാത്രം പറഞ്ഞേക്കരുത്. റൊസാരിയോ പൊട്ടിച്ചിരിച്ചു. സ്വയം കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ ശിക്ഷ ഞാൻ താങ്ങിക്കൊള്ളാം. മറ്റൊരാളെ കൊല ചെയ്തുവെന്ന കുറ്റത്തിലുള്ള ശിക്ഷയിൽ നിന്നും രക്ഷ കിട്ടിയാൽ മതി. അദ്ദേഹം ഫോൺ വെച്ചു. അടുത്ത ദിവസം ശ്യാംലാൽ എന്ന പേരിൽ ചോട്ടു സ്വപ്ന ലോഡ്ജിൽ മുറിയെടുത്തു. ശ്യാംസുന്ദർ കേസുമായി ബന്ധപ്പെട്ട് ചോട്ടുവിൻ്റെ ചിത്രങ്ങൾ 1-2 പ്രാവശ്യം പത്രങ്ങളിൽ പ്രസിദ്ധം ചെയ്തിരുന്നതാണ്. അത് കണ്ട ഓർമ്മ വെച്ചുകൊണ്ടാവാം ലോഡ്ജിൻ്റെ കൗണ്ടറിൽ ഇരുന്നിരുന്ന മുരടനായ യുവാവ് പല പ്രാവശ്യം തുറച്ചു നോക്കി. എന്തേ? ചോട്ടു തിരക്കി. മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ വല്ലാത്ത ഒരു നീരസമായിരുന്നു അവൻ്റെ മുഖത്ത്. അവനേക്കാൾ അല്പം കൂടി മുരടത്തം ഭാവിച്ചുകൊണ്ടായിരുന്നു ചോട്ടു മറുപടി നൽകിയത്. മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ കേട്ടിട്ടുണ്ടാവും. കൗണ്ടറിലെ ചെറുപ്പക്കാരൻ അമ്പരപ്പ്. ശ്യാംലാൽ എന്ന പേരിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ചോട്ടു വിശദമാക്കി. കുറച്ച് നാൾ മുമ്പ് ശ്യാംസുന്ദർ എന്നൊരുത്തൻ ഇവിടെ താമസിച്ചിരുന്നല്ലോ. ഒടുവിൽ ആരുടെയോ കാറിൻ്റെ ഡിക്കിക്കുള്ളിൽ ഒതുങ്ങുകയും ചെയ്തു. ചെറുപ്പക്കാരൻ്റെ ചുണ്ടിൽ ഒരു മഞ്ഞ ചിരി പ്രകടമായി. ചോട്ടു ഭാഗം തൂക്കി തനിക്ക് ലഭിച്ച മുറിയിലേക്ക് നടന്നു.
ഒരു ചെട്ടിയാരുടെ വകയായിരുന്നു സ്വപ്ന ലോഡ്ജ്. വൃത്തിഹീനമായ അസൗകര്യങ്ങളുടെ പരമ്പരയുള്ള ലോഡ്ജ്. അവിടെ പണി ചെയ്യുന്നവരിൽ അധികവും തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരുന്നു. മലയാളം എഴുതാനോ വായിക്കാനോ അറിയാത്തവർ. എന്നാൽ ഒരുവിധം ഭംഗിയായി എല്ലാവരും മലയാളം പറയും, കേട്ടാൽ മനസ്സിലാവുകയും ചെയ്യും. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ചോട്ടു ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്നും മനസ്സിലാക്കി. മാന്യന്മാരും സദാചാര താൽപര്യമായവർക്ക് അവിടെ ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ദുർവൃത്തർക്ക് തങ്ങളുടെ അഭിരുചികളെ സംതൃപ്തമാക്കാൻ പോകുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലം. ചില്ലറ പൈസ കൊടുത്താൽ എന്തടിമ വേലയ്ക്കും തയ്യാറാവുന്ന ബോയ്സ്. അവരിൽ നിന്നാണ് ചോട്ടു സ്വപ്നയെക്കുറിച്ച് പഠിച്ചത്. എന്നാൽ ശ്യാം സുന്ദർ കൊലപാതകത്തെക്കുറിച്ച് തിരക്കിയാൽ അവന്മാർ തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറും. അതുകൊണ്ട് തന്നെ സ്വപ്നയ്ക്ക് ശ്യാം സുന്ദറിൻ്റെ അന്ത്യവുമായി ബന്ധമുണ്ടെന്ന് ചോട്ടുവിന് തോന്നുകയും ചെയ്തു. കൂടാതെ മറ്റൊരു സത്യം കൂടി വ്യക്തമായി. നമ്മുടെ പോലീസിന് സ്വപ്നയെക്കുറിച്ച് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. സ്വപ്നയിൽ കാര്യമായ യാതൊരു അന്വേഷണവും അവർ നടത്തിയിരുന്നില്ല. ശ്യാം സുന്ദർ താമസിച്ചിരുന്ന മുറി ഒരിക്കൽ മാത്രമാണ് പോലീസ് വന്ന് പരിശോധിച്ചത്. ശ്യാം സുന്ദറിൻ്റെതായ സാധനങ്ങൾ പോലീസ് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ശ്യാം സുന്ദറിൻ്റെ കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശുന്ന യാതൊന്നും ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു താനും. 101 നമ്പർ മുറിയിൽ ഇപ്പോൾ 2 കോളേജ് വിദ്യാർത്ഥികളാണ് താമസിക്കുന്നത്. അവരുമായി ചോട്ടു ചങ്ങാത്തം കൂടുകയും സൂത്രത്തിൽ ആ മുറിക്കുള്ളിൽ കടന്ന് ചെറിയൊരു പരിശോധന നടത്തുകയും ചെയ്തു. വിശേഷിച്ച് ഒന്നും അവിടെ കാണാനുണ്ടായിരുന്നില്ല. ഒരു സാധാരണ ഡബിൾ റൂം. ശ്യാം സുന്ദർ അത് തനിച്ചാണ് ഉപയോഗിച്ചിരുന്നത്. അതിനിടയിൽ ചോട്ടു ലോഡ്ജ് ഉടമ ചെട്ടിയാരുമായി അല്പം അടുപ്പം സൃഷ്ടിച്ചെടുത്തു. കുറച്ച് തമിഴ് വശമായിരുന്നത് ഇക്കാര്യത്തിൽ ഉപകരിക്കുകയും ചെയ്തു. ചോട്ടുവിനോട് ചേർന്ന് തൊട്ടുപിറകിൽ പണിതിരുന്ന ചെറിയ കെട്ടിടത്തിലാണ് ചെട്ടിയാർ താമസിക്കുന്നത്. ഭാര്യയും 2 മക്കളും. ചെട്ടിയാരുടെ മക്കളാണ് മിക്കവാറും റിസപ്ഷനിൽ ഇരിക്കാറുള്ളത്. കാഴ്ചയിൽ മുട്ടാളന്മാർ, എന്നാൽ അടുത്തറിയുമ്പോഴാണ് പേടിത്തൊണ്ടന്മാരാണെന്ന് മനസ്സിലാവുക. ചെട്ടിയാർ അത്ര ധനികനൊന്നുമല്ല. സ്വപ്ന ലോഡ്ജ് ആദ്യം അയാൾ വാടകയ്ക്കെടുത്താണ് ബിസിനസ് നടത്തിയിരുന്നത്. അന്ന് ചെട്ടിയാരുടെ വക ഹോട്ടലും അവിടെ പ്രവർത്തിച്ചു. ക്രമേണ കെട്ടിടം ചെട്ടിയാർ സ്വന്തമാക്കി. ചെറിയൊരു മുതലാളിയായതോടെ അയാൾ ഹോട്ടൽ നിർത്തി. ഭാര്യ രോഗിയായി തീർന്നതും അതിന് കാരണമായിരുന്നു. ശ്യാം സുന്ദർ എന്നൊരുവൻ ഇവിടെ വെച്ച് കൊല ചെയ്യപ്പെട്ടിട്ടില്ലേ? സത്യത്തിൽ എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അല്പമൊക്കെ അടുപ്പമായപ്പോൾ ചോട്ടു ചെട്ടിയാരോട് ചോദിച്ചു. ഇവിടെ വെച്ച് കൊല ചെയ്യപ്പെട്ടോ? ചെട്ടിയാർ ഞെട്ടലിൽ ചോട്ടുവിനെ നോക്കി. മറ്റെവിടെയോ വെച്ച് അവനെ ആരോ കാച്ചിയതാ. എന്നിട്ട് ശവം കാറിൻ്റെ ഡിക്കിക്കുള്ളിൽ വെച്ചു. അതാ ഉണ്ടായത്. എവിടെ വെച്ചാണ് അത് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ വെച്ച് സംഭവിച്ചതും ആകാമല്ലോ. ഇവിടെ വെച്ച് എങ്ങനെ സംഭവിക്കാനാ? ചെട്ടിയാർ മുഖം കുടഞ്ഞു. ഇവിടെ വെച്ച് സംഭവിച്ചാൽ ഞങ്ങൾ അറിയാതിരിക്കുമോ? അത് വെച്ചോണ്ടാണ് ഞാൻ ചോദിച്ചത്. ഏത് വെച്ചോണ്ട്? ഇവിടെ വെച്ചാണ് അത് സംഭവിച്ചെങ്കിൽ നിങ്ങൾ അറിയാതിരിക്കില്ലല്ലോ എന്നതുകൊണ്ട്. ചെട്ടിയാർ സംശയത്തിൽ ചോട്ടുവിനെ നോക്കി. ചോട്ടുവിൻ്റെ കണ്ണിലെ പ്രത്യേക ഭാവം അയാളെ ഭയപ്പെടുത്തുകയും ചെയ്തു. അതോടെ ചോട്ടു വിഷയം തിരിച്ചു. മുതലാളിയുടെ വീട് എവിടെയാണെന്നാണ് പറഞ്ഞത്? തിരുനെൽവേലി. കൃത്യമായി പറഞ്ഞാൽ നാങ്കുനേരി. ചെട്ടിയാരുടെ ശബ്ദം വിറച്ചു. ചോട്ടുവിൻ്റെ ഉള്ളു ചിരിച്ചു. അന്ന് പിരിയാൻ നേരം ചെട്ടിയാർ ചോട്ടുവിനോട് ചോദിച്ചു, സാർ ജോലി ചെയ്യുന്നത് എവിടെയാണെന്നാണ് പറഞ്ഞത്? രഹസ്യ പോലീസിൽ. ചെട്ടിയാരുടെ മുഖം വിളറി വെളുത്തു. സംഗതി രഹസ്യമായി ഇരുന്നോട്ടെ. ശ്യാം സുന്ദർ കൊലപാതകത്തെപ്പറ്റി അന്വേഷിക്കാൻ എത്തിയതാണ് ഞാൻ. ചെട്ടിയാർ വിറച്ച് താഴെ വീഴുമെന്ന് ചോട്ടുവിന്. അതോടെ ശ്യാം സുന്ദറിൻ്റെ അന്ത്യത്തിൽ ചെട്ടിയാർക്കും കുടുംബത്തിനും പങ്കുണ്ടെന്ന് ചോട്ടുവിന് തീർച്ചയായി. അല്ലെങ്കിൽ ശ്യാം സുന്ദറിൻ്റെ കൊലപാതകയെക്കുറിച്ച് അവർക്ക് അറിയുകയെങ്കിലും ചെയ്യാം. അന്ന് വൈകുന്നേരം ചോട്ടുവിനെ കണ്ടപ്പോൾ ചെട്ടിയാരുടെ മൂത്ത മകൻ ശിവാനന്ദൻ്റെ മുഖത്ത് പതിവില്ലാത്ത ആദരവ്. ചെട്ടിയാർ രഹസ്യ പോലീസിൻ്റെ രഹസ്യം മകനെ അറിയിച്ചിരിക്കുന്നുവെന്ന് ചോട്ടുവിന് മനസ്സിലായി. ശിവാനന്ദൻ എൻ്റെ മുറിയിലേക്ക് ഒന്ന് വരൂ, ചോട്ടു ആവശ്യപ്പെട്ടു. കാറ്റുപോയ ബലൂൺ പോലെയായി ശിവാനന്ദൻ. എന്താണ് സാർ? വിറയ്ക്കുന്ന സ്വരത്തിൽ അവൻ ആരാഞ്ഞു. പേടിക്കേണ്ട, റൂമിൽ വരുമ്പോൾ പറയാം. ചോട്ടു പുഞ്ചിരിച്ചു. എന്നിട്ട് ശിവാനന്ദൻ്റെ തളർച്ച മാറിയില്ല. ചോട്ടു മുറിയിലെത്തി വളരെ സമയം കഴിഞ്ഞ ശേഷമാണ് ശിവാനന്ദൻ മുറിയിൽ വന്നത്. ശ്യാം സുന്ദർ കൊല്ലപ്പെട്ട അന്ന് രാത്രി ആരൊക്കെ അയാളുടെ മുറിയിൽ വന്നിരുന്നുവെന്ന് ഓർക്കുന്നുണ്ടോ? സന്ധ്യയ്ക്ക് ചോട്ടു സ്വപ്നയിലെത്തുമ്പോൾ റിസപ്ഷൻ ശൂന്യമായിരുന്നു. ഒരു കാരണമുണ്ടാക്കിയ ചെട്ടിയാരുടെ വീട് സന്ദർശിക്കാൻ ആഗ്രഹിച്ചിരുന്ന ചോട്ടു നേരെ പിന്നിലെ കെട്ടിടത്തിലേക്ക് നടന്നു. ചെട്ടിയാരും കുടുംബവും ടെലിവിഷൻ്റെ മുന്നിലായിരുന്നു. മലയാളം വാർത്തയാണ്. ചോട്ടുവിനെ കണ്ടതും ചെട്ടിയാർ ഓടിച്ചെന്ന് TV ഓഫാക്കി. പട്ട് കവർ കൊണ്ട് TV സെറ്റ് മൂടി. എങ്കിലും ഒറ്റ കാഴ്ച കൊണ്ട് തന്നെ ചോട്ടുവിന് ആ സെറ്റ് വിഷൻ്റേതാണെന്ന് വ്യക്തമായിരുന്നു. നോവൽ നാളെ വീണ്ടും തുടരും.